അപ്പോൾ അതേ നല്ല പെർഫെക്റ്റ് അരിയുണ്ട റെഡി. അപ്പോൾ ഞങ്ങളുടെ അമ്മാവിയായിരുന്നു അരിയുണ്ട ഉണ്ടാക്കുന്നതിൽ എക്സ്പെർട്ട് കേട്ടോ. അവിടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എപ്പോഴും നമുക്ക് അരിയുണ്ട, അതായത് മിക്കവാറും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചായിരുന്ന സമയത്ത് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലെ മട്ടേരിയാണ് എടുത്തിട്ടുള്ളത്, പുഴുങ്ങലരിയാണ് കേട്ടോ. ഇതേപോലത്തെ പുഴുങ്ങലരി. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. കഴുകി ഒന്ന് വെള്ളം മാറ്റിയെടുക്കാം. ഇതിപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ ഒന്ന് വെയിലത്തോട്ട് വെച്ചാൽ പെട്ടെന്നങ്ങ് വെള്ളമൊക്കെ അങ്ങ് മാറിക്കോളും. ഇനി ഇതുപോലെ ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ച് ചൂടാകുമ്പോൾ നമുക്കിത് ഇതുപോലെ അരിയിട്ട് വറുത്തെടുക്കാം. ഇത് ഇതുപോലെ പൊട്ടി വരുന്ന കണ്ടില്ലേ, പെട്ടെന്ന് പൊരിഞ്ഞ് വരും അരി. ഒന്ന് ഇളക്കി കൊടുക്കാം. പൊട്ടി വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് അരിയെല്ലാം പൊരിഞ്ഞ് നന്നായിട്ട് വറന്ന് വരും. കണ്ടില്ലേ, അരി ഇങ്ങനെ പൊട്ടി പൊരിഞ്ഞ് വരുന്നതല്ലേ. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എല്ലാ അരി ഇതുപോലെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നോളും. ഞാൻ 2 ബാച്ചായിട്ടായിട്ട് അരി വറക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അരി ഇവിടെ നല്ല സ്മൂത്തായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിഞ്ഞ് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ വറുത്ത അരി ഇതേപോലെ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അരി ഇവിടെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഇതിനി ഇടഞ്ഞെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇതേ മതി, നല്ലതായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരിയുണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനകത്ത് കല്ലുണ്ടാവുമോ എന്നുള്ള സംശയം കൊണ്ട് ഞാൻ ഇത് ഒരു പാത്രത്തിൽ വെച്ച് ഉരുക്കിയിട്ട് അരിച്ച് മറ്റൊന്നിലൊഴിച്ചിട്ടാണ് ഉണ്ട ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് വെള്ളം ഒഴിക്കാം അതിനകത്തോട്ട്. അപ്പോൾ ഈ അരിപ്പൊടിക്ക് അനുസരിച്ച് ശർക്കര എടുക്കണം. അപ്പോൾ ഇതുപോലെ ഇവിടെ ഇത്ര അരിപ്പൊടിയല്ലേ ഉള്ളൂ. നമുക്കൊരു കണക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശർക്കര ഒന്ന് ചുരണ്ടി എടുക്കാം. അപ്പോൾ ഈ അരിയുടെ ഒരു 1/4 ഭാഗത്തോളം എത്ര അരിപ്പൊടിയുണ്ടോ അതിൻ്റെ 1/4 ഭാഗത്തോളം ശർക്കര എടുക്കാം. ഇത് ഞാൻ പൊട്ടിച്ചെടുത്തത് കൊണ്ടാണ് എനിക്ക് അച്ചിൻ്റെ കണക്ക് പറയാൻ പറ്റാത്തത് കേട്ടോ. ഒരു 2-3 എണ്ണം മതിയാവും. നമ്മുടെ ശർക്കരയുടെ ഈ അച്ച് കിട്ടുമല്ലോ, അത് 3 എണ്ണത്തോളം മതിയാവും. ഈ ഒരു 1/4 കപ്പ് അരിയുടെ പൊടിക്ക്, അരിപ്പൊടിക്കല്ല അരി പൊടിച്ച പൊടിക്ക്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാൻ ഈ ശർക്കര പാനി അരിച്ച് ഇതിനകത്ത് വേറൊരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. നല്ല വിളഞ്ഞ തേങ്ങയുടെ പീര എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് 1 നുള്ള് ഉപ്പൂടെ ചേർക്കാം, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് അരിപ്പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇതിനകത്തോട്ട് ചേർക്കാം. എന്നിട്ട് ഇളക്കുകയും ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി മാറ്റി വെച്ചേക്കണം കേട്ടോ. ഒരു സ്പൂണോളം അരിപ്പൊടി മാറ്റി വെച്ചേക്കണം. അപ്പം ഞാനിതങ്ങോട്ട് ചേർക്കുവാണേ. ഇത്ര അരിപ്പൊടി മാറ്റി വെച്ചേക്കാം. ഇനി ഇത് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ചൂടോടുകൂടി തന്നെ ഇതേപോലെ ഉണ്ടയാക്കി എടുക്കാം. ചെറിയ ചൂടോട് കേട്ടോ, ഒരുപാട് കട്ട ചൂടോട് വേണ്ട. ഇങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ അരിയുണ്ട ഉണ്ടാക്കിയെടുത്തു. ഇനി ഈ വറുത്ത പൊടിയുണ്ടല്ലോ, അത് കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് പരട്ടിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ നല്ല സ്റ്റൈലൻ അരിയുണ്ട നമുക്കും കിട്ടും. ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ. കേട്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു, ഒട്ടും കട്ടിയൊന്നുമില്ല. എന്നാൽ നല്ല പെർഫെക്റ്റായിട്ട് അരിയുണ്ട കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത് നോക്ക്, നമ്മുടെ അരിയുണ്ട പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്